ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവർക്കും ജോബി സ്റ്റാമ്പ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സരേവയിൽ നിന്ന് മൊസ്റ്റാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അവിടെയുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. ഇപ്പോൾ മൊസ്റ്റാർ ഏരിയയിലെ രണ്ട് വെള്ളച്ചാട്ടങ്ങളെ വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നത്. കുപ്പൂസ വാട്ടർഫാളും ട്രാവിക് എന്ന് പറഞ്ഞ വാട്ടർഫാളുമാണ്. സരേവ നിന്ന് മൊസ്റ്റാറിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു 2-2.5 മണിക്കൂറോടെ യാത്ര ചെയ്യാനുണ്ട്. അപ്പം കാര്യമായിട്ട് മൊസ്റ്റാറുള്ളത് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റിൽപ്പെട്ട ഒരു ബ്രിഡ്ജ് കാണാനുണ്ട്. പിന്നെ നല്ല ഒരു അടിപൊളി ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ. മീൻസ് പിന്നെ യൂറോപ്പിൽ തന്നെ ഏറ്റവും നല്ലൊരു വെള്ളച്ചാട്ടങ്ങളിൽപ്പെട്ട ഒരു നല്ല അടിപൊളി വെള്ളച്ചാട്ടം അവിടെ കാണാനുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ മൊസ്റ്റാറിലേക്ക് കാര്യമായിട്ട് പോകുന്നത്. അപ്പോൾ പോകുന്നത് പറഞ്ഞാൽ കുറഞ്ഞ ഏരിയയിൽ നമുക്കൊരു 1 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഒരു ഹൈവേ കിട്ടുന്നുണ്ട്. ഹൈവേയിൽ നമ്മൾ ടോൾ കൊടുക്കണം. അത്യാവശ്യം 130 കിലോമീറ്റർ സ്പീഡിൽ പോവുകയും ചെയ്യാം. നമ്മൾ ടോൾ കൊടുക്കണം. സാധാ ക്യാഷായിട്ട് കൊടുക്കാൻ പറ്റും. എൻ്റെ ചെയ്യുന്നിടത്ത് നിങ്ങൾ ഒരു കാർഡ് കിട്ടും. അത് അവിടെ പോകുമ്പം പിന്നെ എക്സിറ്റ് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് പൈസ ആയിട്ട് വാങ്ങാൻ ആൾക്കാരുണ്ടാവും. അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ പോകുന്ന വഴിയിലൊക്കെ നല്ല ഗ്രാമങ്ങൾ നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഈ ഒരു പച്ചപ്പൊക്കെ വന്നുകൊണ്ട് നല്ല രസമാണ്. നമ്മളെ കുറച്ച് ദൂരെ തായ്വാരത്തിന് ഒരു മലൻ ചെരുവിലൊക്കെ നല്ല ഒരുപാട് വീടുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളതൊരു കോനിക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഈ മൊസ്റ്റാറിലേക്ക് പോകുന്ന വഴിയിലുള്ളൊരു കോനിക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ഒഴുകുന്ന നദിയുടെ പേര് നെരത്വ എന്നാണ്. ഇതിൽ റാഫ്റ്റിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് വിട്ടിട്ടാണെങ്കിൽ കുറച്ച് റാഫ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവർക്കും ഇവിടെ വരാവുന്നതാണ്. ഈ കോനിക് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരാവുന്നതാണ്. മൊസ്റ്റാറിലേക്ക് പോകുന്ന വഴിയുള്ള ആ ഒരു നെരേത്തവ റിവറിന്റെ ഒരു കാഴ്ചയാണ്. കാരണം ഇപ്പോൾ കോനിക് എന്ന സ്ഥലത്ത് ഞങ്ങൾ കുറേ മുൻപോട്ട് പോകുന്നു. ആ സ്ഥലത്ത് മുഴുവൻ ഞങ്ങൾ റൈറ്റ് സൈഡിൽ റിവർ ഉണ്ടായിരുന്നു. നല്ല രസമുള്ളതാണ് ആ റിവർ. അതിന് ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയൊരു മലയാണ്. മലന്റെ ചെരുവിൽ ഒരുപാട് വീടുകൾ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതും ഈ റിവറും കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് മൊത്തത്തിൽ കാണാൻ. മൊസ്റ്റാറിലേക്ക് പോകുന്ന വഴിയിലുള്ളതാണ്. നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ എന്തൊരു ഭംഗിയാണെന്നൊക്കെ കാണാൻ. ആ ഒരു സൈഡിൽ റോഡാണ്, പിന്നെ നടുവിലൊരു നദിയുണ്ട്, പിന്നെ 2 സൈഡിലും വലിയ വലിയ മലകളും അങ്ങനെ പച്ച പൊതിച്ച് കിടക്കുകയാണ്. ഭയങ്കര ഒരു ഭംഗിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഏറ്റവും നല്ലൊരു ഡ്രൈവാണിത്. കാരണം വരുന്ന വഴിയിൽ നിറയെ ടണലുകളും മലകളുമാണ്. അതും മലകളൊക്കെ ആണെങ്കിൽ പച്ച പിടിച്ച് കിടക്കണം. സമ്മർദ്ദമാകുമ്പോൾ കുറച്ചുകൂടി പച്ച പിടിക്കും. ഈ വെള്ളച്ചാട്ടം നല്ല ഭംഗിയാണ്, നല്ല പവർഫുൾ ആണ് കേട്ടോ. കാരണം ഇവിടേക്ക് വരെ വെള്ളം ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. നമ്മൾ മേലേക്കൊക്കെ ഇങ്ങനെ വെള്ളം തിരിച്ചു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല, കാരണം അത്രയും പവർഫുൾ ആയ വെള്ളച്ചാട്ടമാണ് പിറകിലുള്ളത്. നല്ല സൗണ്ടും ഉണ്ട്.
എന്തായാലും നല്ല വേർത്താണ് ഇവിടെ വരിക എന്നുള്ളത്. അത്രയും നല്ല സൂപ്പറാണ്. ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് സൂപ്പറാണ്. നല്ല പവർഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ കൂടി നല്ല പവർഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് താഴോട്ട് വരെ നമുക്ക് നടക്കാനൊക്കെ പറ്റും. പിന്നെ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ തൊട്ടടുത്താണ്. അധികം ദൂരം ഒന്നും നടക്കാനും പാർക്ക് ചെയ്തിട്ട് 100 മീറ്റർ നടന്നാൽ തന്നെ ഈ വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തും. പിന്നെ തൊട്ടടുത്തായിട്ട് ഇരിക്കാനുള്ള സീറ്റുകളുണ്ട്. നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് കാഴ്ചകളൊക്കെ ആസ്വദിക്കാനും പറ്റും. കക്കുസ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ, നല്ല പവർഫുൾ ആണ്. പിന്നെ ഹൈറ്റ് വളരെ കുറവാട്ടോ, അങ്ങനെ ഭയങ്കര ഹൈറ്റിനൊന്നുമില്ല, പക്ഷെ ഭയങ്കര പവർഫുൾ ആണ്. പിന്നെ നമുക്ക് താഴോട്ടൊക്കെ ഇറങ്ങി പോകാനൊക്കെ പറ്റും. ഇപ്പം വെള്ളം കുറവായതുകൊണ്ടാണെന്ന് അറിയില്ല, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിനോടനുസരിച്ച് ഒരുപാട് കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, വണ്ടി പാർക്കാനും പ്രശ്നമില്ല. ഇതിന് ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി നിർത്തിയിട്ട് ഒരു 100 മീറ്റർ മാത്രം നടന്നാൽ മതി. വണ്ടി നിർത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഈ വെള്ളച്ചാട്ടം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് കാണുന്നത്. ഇങ്ങനെ ഒരു പരന്ന സ്ഥലത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ പിറകിൽ കൂടെ ഒക്കെ നമുക്ക് നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ ഇങ്ങനെ പൂക്കളാണ്. ഈ ഒരു സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ടേ റോഡിന്റെ എല്ലാ സൈഡിലും നോക്കിയാലും പൂക്കൾ, പല നിറത്തിലും പല രീതിയിലുള്ള പൂക്കളുണ്ട് എല്ലാ സൈഡിലും. ഇവിടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. പുറത്ത് ഇതാക്കുന്ന ഇവിടൊക്കെ ഇങ്ങനെ കാണാം, പല രീതിയിൽ പല കളേഴ്സിലുള്ളത്. വയലറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, വൈറ്റ് ഉണ്ട്, എല്ലാ കളറിലുള്ള പൂക്കളുണ്ട്. എല്ലാ സ്ഥലത്തും ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ക്രാവിസ് വെള്ളച്ചാട്ടത്തിന്റെ അവിടെ എത്തി. അപ്പോൾ പാർക്ക് ചെയ്തിട്ട് 5 മിനിറ്റ് നടക്കണം, കുറച്ച് സ്റ്റെപ്സ് എടുക്കണം. ഒരാൾക്ക് 20 മാർക്കാണ്, ഇവിടുത്തെ 20 ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ ഉണ്ട്. കാരണം സാധാരണ ഞങ്ങൾ മുൻപ് പോയ വെള്ളച്ചാട്ടത്തിന് അവിടെ പൈസ ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇവിടെ 20 മാർക്ക് കൊടുക്കണം. ട്രാവിസ് വെള്ളച്ചാട്ടത്തിന് മുൻപിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ. കണ്ടില്ല, നല്ല അടിപൊളിയല്ലേ. ഏകദേശം ഒരു 100-120 മീറ്ററോളം വൈഡായിട്ടാണ് ഇങ്ങനെ ചാടുന്നത്. ഏകദേശം 28 മീറ്റർ മറ്റുമാണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഭയങ്കര എന്താ പറയുക, നമുക്ക് പേടിപ്പെടുന്ന തരത്തിലൊന്നും നല്ല, എന്നാൽ നല്ല വെള്ളം വരുന്നുണ്ട്, നല്ല പവർഫുൾ ആണ്. പിന്നെ കുറച്ച് ഒരു ബ്ലൂയിഷ് വെള്ളമാണ്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ടോപ്പ് നിന്നിട്ട് കാണാൻ പറ്റും, പിന്നെ താഴെ പോയിട്ട് അതിന്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഫോഴ്സിലാണ് വെള്ളം വീണോണ്ടിരിക്കുന്നത്. ഇങ്ങനെ വൈഡ് ആയിട്ടാണ്, ഇങ്ങനെ ബാക്കിൽ നിന്ന് കാണാം ഒരു സൈഡ് തൊട്ട് മറ്റേ സൈഡ് വരെ ഇങ്ങനെ വെള്ളം താഴോട്ട് വീണോണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഓഫ് സീസൺ ആണെന്ന് തോന്നുന്നു. അധികം ആൾക്കാരൊന്നുമില്ല, നമുക്കൊരു എന്താ പറയുക ക്രൗഡൊന്നുമില്ല, ഫോട്ടോ എടുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനും വലിയ ക്രൗഡൊന്നുമില്ല. അപ്പൊ ഇതിന്റെ താഴെ വരെ വരാൻ പറ്റും കേട്ടോ, അതിന്റെ തൊട്ടടുത്ത് വരെ. എനിക്കൊന്ന് ബോട്ടിംഗ് സർവീസ് ഒക്കെ ഉണ്ടാവാറുണ്ട്, ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു, ഇവിടെ സീസൺ അല്ലാത്തതുകൊണ്ടാവും. നമുക്ക് അതിന്റെ അടുത്തേക്ക് കുറച്ചുകൂടെ അടുത്തേക്കൊക്കെ പോകാൻ പറ്റും. ഇതേവിടെ ഞങ്ങൾ മുസ്താറിലേക്ക് പോകുന്ന തരത്തിൽ ഒരു ഫോർട്ടിന്റെ കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത്. ഫോർട്ടിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ഒരു കാണുന്നതാണ്. അതിന് താഴെ കൂടി നല്ല അടിപൊളി കാഴ്ചയാണ്, കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു മുസ്ലിം പള്ളി കാണാം, അതിന് അപ്പുറത്തായിട്ട് ഒരു വലിയ ഫോർട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനായിട്ടൊരു വ്യൂയിങ് ഡെക്കൊക്കെ ഉണ്ട്. അപ്പം അവിടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്.
ഇങ്ങോട്ട് വരുന്ന വഴി എന്ന് പറയുന്നത് കുറച്ചൊരു ഇടുങ്ങിയ ഒരു വില്ലേജിൽ കൂടെ വഴിയാണ്. അപ്പം നമുക്ക് ഒരു ചെറിയൊരു എന്താ പറയുക, അധികം ആളുകളൊന്നും കാണാത്തതുകൊണ്ട് ഒരു ചെറിയത് തോന്നും. പക്ഷെ കുഴപ്പമില്ല, ഇവിടെ വന്നിട്ട് സൈഡിൽ നിർത്തി കുറച്ചൊന്നും നടന്നാലാണ് ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്താൻ പറ്റുക. നല്ല വ്യൂ ആണ്, ഏത് ഭാഗത്തേക്ക് നോക്കിയാലും നല്ല വ്യൂ ആണ്. താഴെ ഒരു നല്ലൊരു ലേക്ക് കാണാം. പിന്നെ ഒരു സൈഡിൽ പഴയ കാലത്തെ ബിൽഡിങ്ങും ഒരു പഴയ കാലത്തെ ഫോട്ടോ ഒക്കെ കാണാം. ഇനി ഇപ്പോഴും വീടുകളാണെന്ന് തോന്നുന്നു, അതിന് റൂഫൊക്കെ പഴയ കാലത്തെ രീതിയിലാണുള്ളത്. ഇത് നല്ല അടിപൊളി സെറ്റപ്പിലൊക്കെ പണ്ടൊന്നും ഉണ്ടാക്കി വെച്ച, പണ്ട് മീൻസ് അധികം പണ്ടൊന്നല്ല, പക്ഷെ ആൾക്കാർ ഇപ്പോൾ ഉപയോഗിക്കാതെ ആകെ ചീത്തായി പോയതാണ്. ആൾ മെയിൻറ്റെയിൻ ചെയ്ത നല്ല നല്ല റൂമുകളൊക്കെ ഉണ്ട്, മീൻസ് ടിക്കറ്റിംഗ് കൗണ്ടറായിട്ടോ അല്ലെങ്കിൽ അതിന് ഓഫീസൊക്കെ ആയിട്ടുള്ള നല്ല നല്ല അടുത്ത കാലത്ത് ഉണ്ടാക്കിയ റൂമുകളുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെയൊക്കെ പുല്ല് പിടിച്ച് ചളി പിടിച്ച് കിടക്കുകയാണ്, ആരും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. നല്ല അടിപൊളി ഗ്ലാസ്സിലാണ് അതിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ ഉള്ളത്. ഗ്ലാസ്സിൽ നമുക്ക് താഴോട്ടൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാറ്റ്ഫോമൊക്കെ ആണ്. നല്ല വ്യൂ ചെയ്യാനുള്ള പോയിന്റ്സും ഉണ്ട്, പക്ഷെ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഇവിടെ ആണെങ്കിൽ ആരും ഇല്ല. ഞങ്ങൾ പോയപ്പോൾ അവിടെ നിന്ന് 2 നാട്ടുകാരോ ആയിരിക്കും അവിടെ നിന്ന് സംസാരിക്കുന്നവർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരാനുള്ള വഴി അത്ര എളുപ്പമല്ല എന്ന് തോന്നുന്നു, കുറച്ച് നടന്നിട്ടൊക്കെ വരണം. പ്രോപ്പർ റോഡുകളൊന്നുമില്ല, അതുകൊണ്ടായിരിക്കും ആ ഒരു പോയിന്റിലേക്ക് ആരും വരാത്തെന്ന് തോന്നുന്നു. കാരണം ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ ആണ്, നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ വ്യൂ ആണ്. അപ്പോൾ മൊസ്റ്റാറിൽ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ പരിഗണിക്കണം. പറ്റുന്ന നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഷെയർ ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം വീഡിയോ കാണാൻ നന്ദി.